കോഴിക്കോട് താമരശ്ശേരി ആശുപത്രിയിൽ പ്രസവവേദനയുമായി എത്തിയ യുവതിക്ക് ചികിത്സ നൽകിയില്ലെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. 2 ദിവസമായി. ആ വാർത്തയിൽ മെഡിക്കൽ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ വിശദീകരണം തേടുന്നത്? ഗോകുൽ, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വേദനയുമായി എത്തിയ യുവതിക്കാണ് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന പരാതി ഉണ്ടായത്. ഗൈനക്കോളജി ഡോക്ടർ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യുവതിയെ പറഞ്ഞയക്കുകയായിരുന്നു. ഇതിനിടയിൽ കുട്ടി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറും ഒപ്പം തന്നെ നഴ്സുമാരും ഈ യുവതിയുടെ അടിവസ്ത്രം ഊരി കുട്ടി പുറത്തേക്ക് വരാത്ത നിലയിൽ കെട്ടിവെച്ചത്. ഇങ്ങനെ 1 മണിക്കൂറിലധികം അടിവസ്ത്രം ഊരി കെട്ടിവെച്ചത് മൂലം കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു. കഴിഞ്ഞ 2 മാസത്തിലധികമായി കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് കുടുംബം ഈ സംഭവം നമ്മളോട് പറയുകയും 24 അത് വാർത്തയാക്കുകയും ചെയ്തത്. ഈ കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. ഓരോ ദിവസവും വലിയ പണം ആശുപത്രിയിൽ ചിലവ് വരുന്നുണ്ട്. ഈ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും ഒപ്പം തന്നെ കുറ്റക്കാരായ ഡോക്ടർക്കും നഴ്സുമാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഇതിലാണിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത്. കോഴിക്കോട് DMOയോട് 15 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗോകുൽ, ശരി, ഗുരുതരമായ ആരോപണമാണ് താമരശ്ശേരി ആശുപത്രിക്കെതിരെ ആ യുവതിയുടെ കുടുംബം ഉന്നയിച്ചത്. ഏതായാലും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ആ വാർത്തയിൽ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.